ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാറ് വീട്ടുമുറ്റത്തേക്ക് കയറ്റി നിർത്തി ആദ്യ ഫെബിയെ നോക്കി. സീറ്റിൽ കണ്ണടച്ചിരിക്കുകയാണ് അവൻ. സർ. ആൾ പതിയെ അവനെ കയ്യിൽ തട്ടി വിളിച്ച്. ഫെബി കണ്ണു തുറന്ന് ആദ്യം നോക്കി. സർ, വീടെത്തി. എന്റെ കൂടെ വന്ന് നീയും കൂടി ഇപ്പൊ അപകടത്തിപ്പെട്ടനെ അല്ലേ ആദി? ഏയ്, അങ്ങനെയൊന്നുമില്ല സർ, മനഃപൂർവ്വം ചെയ്തൊന്നല്ലോ. ഒരു വിധിയെന്നോട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത്രേ ഉള്ളൂ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ. എന്നാലും നീ ഇത് ഷിയാബിനോട് പറയണ്ട കേട്ടോ. ഉപ്പയില്ലാഞ്ഞിട്ട് ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ എത്രയും കാലം നിന്നെ നോക്കി വളർത്തിയത്. എന്നിട്ടിപ്പോ ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവനത് സഹിക്കാൻ കഴിയില്ല. ദയനീയമായി ഫെബി പറയുന്ന കേട്ട് ആദിക്ക് അവനോട് സഹതാപം തോന്നി. ആളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നാണ് പുറകിലൊരു കുടുകുടു ശബ്ദം കേൾക്കുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ഗേറ്റും കടന്ന് റെയ്ഹാൻ വരുന്നു. കാറിന് തൊട്ടുപിറകിലായി വണ്ടി നിർത്തി അവൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. ദാ, ഇവളെ ഷിയാബിനെ ഏൽപ്പിക്കണം. എന്നെ ഈ അവസ്ഥയിൽ കണ്ട റിയാനെ കണ്ടപാടെ ഫെബി പറഞ്ഞു. ഡോൺ വറി, ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളിനി വീട്ടിലെത്തിയെന്ന് അറിയുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആദ്യം ഫെബിയെ നോക്കി. ഞങ്ങൾ തന്നെ ഏറ്റോ ഇക്കാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല റിയാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും. നീ വാതി. ഫെബി പറഞ്ഞ് മൈൻഡാക്കാതെ അവളെയും വിളിച്ച് റിയാൻ സിറ്റ് ഔട്ടിലേക്ക് കയറി. കോളിംഗ് ബെല്ലടിച്ച് കുറച്ച് സമയത്തിനകം തന്നെ ആ വലിയ വാതിൽ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. ആദിയോടൊപ്പം റിയാനെ കണ്ട് സംശയത്തോടെ ഷിയാബ് നെറ്റി വിളിച്ചു. ഇക്ക കാറിലുണ്ട്, ചെറിയ മയക്കത്തിലായതുകൊണ്ട് വിളിച്ചില്ല. ആൻ പറഞ്ഞു. ഷിയാബ് പുറത്തേക്കൊന്ന് എത്തി നോക്കി. ആരന്റെ വെളിച്ചത്തിൽ കാറിന്റെ സീറ്റിൽ ചാരിക്കുന്ന ഫെബിയെ ഷിയാബിന് കാണാമായിരുന്നു. ഇവരുടെ ഇടയിൽ കട്ടുറുമ്പാണ്ടെന്ന് എഴുതി ഞാൻ ബൈക്കിലാ വന്ന്. തൽക്കാലം അതവിടെ നിർത്തി ഞാൻ ഇക്കയുടെ കൂടെ പോവാണ്. സൗകര്യം പോലെ പിന്നെ വന്നെടുത്തോളാം. എന്നിട്ട് നിങ്ങൾ കയറുന്നില്ലേ? ഇല്ല ഷിയാബ്ക, ഒത്തിരി ലേറ്റായില്ലേ, പിന്നെ വരാം. ആരോട് ബൈ പറഞ്ഞ് റെയ്ഹാൻ ഇറങ്ങി. കാറ് ഗേറ്റ് കടന്നു. ആദ്യം ഷിയാബ് അകത്തേക്ക് തിരിഞ്ഞു. സീറ്റിലേക്ക് ചാരി റെയ്ഹാൻ ഡ്രൈവ് ചെയ്യുന്ന നോക്കി ഫെബി അങ്ങനെ ഇരുന്നു. പടച്ചോനായിട്ടാ അവനപ്പം അവിടെ എത്തിച്ച്. ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു ആലോചിക്കാൻ പോലും വയ്യ. പണ്ടേ അങ്ങനെയായിരുന്നു. എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ സഹിക്കില്ല അവന്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു, എന്നെ മാത്രമല്ല വീട്ടുകാരെയും. അവനാണ് പെട്ടെന്നൊരു ദിവസം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളരുതാത്തവനായി മാറിയത്. അത്രയും വലിയൊരു മഹാപാപം ചെയ്തു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫെബിയുടെ ചിന്തകൾ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു. ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നു. തന്റെ തൊട്ടരികിൽ നിന്ന് കിനാവ് കാണുന്ന ആദിയാണ് ആഷി കാണുന്നത്. നീ ഇപ്പൊ എത്തി? എന്നിട്ടെന്താ എന്നെ വിളിക്കാണ്ടിരുന്ന്? സാറ് പോയോ? ബെഡിൽ നിന്നും തലയുയർത്തി ആഷി അവളെ നോക്കി ചോദിച്ചുകൊണ്ടിരുന്നു. സാറ് പോയി. എന്നിട്ട് നീ എന്താ ഉറങ്ങാത്ത? എനിക്ക് ഉറക്കം വരുന്നില്ലടാ, സാറ് വയ്യാതെ പോയത്. എന്ത്? നീ ഷിയാബിക്കാനോട് പറയത് കേട്ടോ? ഇല്ല, എന്താ സംഭവിച്ചത്? ആക്സിഡന്റ് ആണോ? അല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചതും സംഗതി സീരിയസ് ആണെന്ന് ആഷിക്ക് മനസ്സിലായി. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓരോന്നും ആദ്യം ആഷിക്ക് മുമ്പിൽ വിശദീകരിച്ചു. ഒരു തരിപ്പോടെ അവനെല്ലാം കേട്ടിരുന്നു. അതല്ലടെ എനിക്ക് മനസ്സിലാവാത്ത. സാറിനെ തല്ലി ചതക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്, അങ്ങനെയാണ് ഓർഡർ എന്നൊക്കെ. അപ്പോ അവരുടെ ലക്ഷ്യം ഞാനല്ലേ? എന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ സാറിനെ അവർ കൊല്ലാൻ ശ്രമിച്ച്? ആഷി, ഇപ്പൊ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നടാ. ആ കത്തുകള് ആരായിരിക്കും എന്റെ ബാഗിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക? അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? ആദ്യം ഓരോന്ന് എണ്ണി പറയാൻ തുടങ്ങിയപ്പോൾ ആഷിയുടെ മനസ്സിലും സംശയത്തിന്റെ വിത്തുകൾ മുളപൊട്ടി തുടങ്ങി. ഒരു നിമിഷം അവനും ആലോചിച്ചിരുന്നു. നമുക്കെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. തൽക്കാലം ഉറക്കം കളയണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നാളെ പ്രോഗ്രാമുള്ളതല്ലേ, കുറച്ചെങ്കിലും ഉറങ്ങും. ആഷി നിർബന്ധിച്ച് അവളെ പിടിച്ച് കിടത്തി. കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നപ്പോഴാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നത്. ആദ്യം ഞെട്ടി ഉണർന്നു. ഫോണിട്ട് നോക്കുമ്പോൾ സാറാണ്. ഞങ്ങൾ വീട്ടിലെത്തി. അത് വായിച്ചു ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ച് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് മൊബൈൽ മാറ്റി വെച്ച് കണ്ണടച്ച് കിടന്നു. ഫെബി, ഡാ ഫെബി. ഉമ്മയുടെ ആവർത്തിച്ചുള്ള വിളിയാണ് അവന്റെ ഉറക്കം തെളിയിച്ച്. കണ്ണുകൾ തുറന്നെങ്കിലും ബെഡിൽ നിന്ന് ഇറങ്ങാൻ വയ്യായിരുന്നു. നല്ല ബോഡി പെയിൻ ഉണ്ട്. കയ്യിലും കാലിലും പറ്റിയ മുറിവുകളെല്ലാം ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒട്ടും വയ്യെങ്കിൽ ഇന്ന് പോകണ്ട, നീ വിളിച്ച് ലീവ് പറഞ്ഞേക്ക്. പറ്റില്ലുമ്മ, എനിക്ക് പോകണം. റിയാനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവിടാനും തിരികെ കൂട്ടാനൊക്കെ. പറഞ്ഞുകൊണ്ട് ബാത്ത് ടവലും എടുത്ത് വേവിച്ച് അവൻ കുളിക്കാൻ കയറി. ആദിയുടെ പ്രോഗ്രാം ഉള്ളതാ. അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാണണം. ഒട്ടും വയ്യായിട്ടും കൂടി ഇന്ന് പോകുന്നതന്നെ അതിനാണ്. ഓർത്തുകൊണ്ട് അവൻ വേഷം മാറാൻ തുടങ്ങി. ഫെബിയെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ധൃതിയിലിറങ്ങുന്ന നേരത്താണ് റിയാൻ പെട്ടെന്ന് എതിരെ വന്ന ആളുമായി കൂട്ടിയിടിക്കുന്നത്. പല്ലിളിച്ചുകൊണ്ട് തലയുയർത്തി നോക്കിയതും മുന്നിൽ കാലിത്. ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തനിക്കെതിരെ വരുന്ന റിഹാൻ അവനും കണ്ടിട്ടില്ലായിരുന്നു. കൂട്ടിമുട്ടലിന്റെ ആഘാതത്തിൽ രണ്ടുപേർക്കും ചെറുതായെന്ന് നൊന്തു. രണ്ടാളുടെയും കണ്ണിൽ ഒരുപോലെ തീ ആളിക്കത്തി. കാലിത് പലകൾ ഞെരിച്ച് അമർത്തിയപ്പോൾ റിഹാൻ മുഷ്ടിയുരുട്ടി ദേഷ്യടക്കി. ഞാനൊന്ന് ഷോപ്പിങ്ങിന് വിളിച്ചാൽ വരാനാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ആൾ വിളിച്ച് ഏത് പാതിരാത്രി വേണമെങ്കിലും എവിടെയും പോവും. സോന പരാതി പറയുന്ന കേട്ട് ഫെബി ചിരിച്ചു തള്ളി.
ചിരിക്കേണ്ട ഫെബിക്കാം, കണ്ടില്ലേ ആക്സിഡന്റ് ഉണ്ടായത്, ഇനി മേലിൽ മാതിരി പണിക്ക് നിൽക്കരുത് കേട്ടോ. അവൾ നിന്ന് പരിഭവത്തോളം മുഖം വീർപ്പിച്ചു. ഒന്ന് പോടിയാടുന്നു കളിയായി പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് നടന്നു. പുറകിൽ ഫെബിയുടെ സംസാരം കേട്ടതും കാരിത് പെട്ടെന്ന് തിരിഞ്ഞുപോയി. റെയ്ഹാൻ മുഖത്ത് അമർഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഡീസന്റായി. പോവാം ഫെബി ചോദിച്ചു. അവൻ നന്നായൊന്ന് ചിരിച്ചു കാണിച്ചു. കുറച്ചു സമയമായി സാറിനെ നോക്കി ആദ്യം ആഷി ആ ഗുൽമോഹർ മരത്തിനിടയിൽ ഇരിക്കുന്നു. ആഷി ഇടയ്ക്കിടെ വാസിലേക്ക് നോക്കി സമയം തിട്ടപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്നാണ് സാറിന്റെ കാർ അങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. വണ്ടിയിൽ നിന്ന് ഫെബിയും കൂടെ റെയ്ഹാനും ഇറങ്ങി. ഒരു പുൻചിരിയോട് ആദ്യം അവരെ സമീപിച്ചു. ഫെബിയോടും റെയ്ഹാനോടും അവൾ ഒരുപോലെ സംസാരിച്ചു. ആദ്യം വീണ്ടുമ്പോഴൊക്കെ റെയ്ഹാന്റെ കണ്ണുകൾ കൂടെ കൂടെ ഫെബിയുടെ മുഖത്തേക്ക് ഓടിപ്പോയി. അവിടെ വല്ല ഇഷ്ടക്കേടും പ്രകടമാവുന്നുണ്ടോ എന്നറിയാൻ. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായതും റെയ്ഹാൻ അവളോട് അടുപ്പത്തോടെ മിണ്ടി തുടങ്ങി. സർ, നിങ്ങൾ സംസാരിക്കുക, എനിക്ക് പ്രോഗ്രാമിന് കുറച്ച് കാര്യം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ആഷി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ റെയ്ഹാൻ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. കോണിപ്പടികൾ കയറി ഫെബിയും ആദ്യം മുകളിലെത്തിയതും മുന്നിൽ റിൻഷ നിൽക്കുന്നു. അവന്റെ കയ്യിലെ ബാൻഡേജും ഡ്രസ്സിംഗ് എല്ലാം കണ്ട് അവൾ ഓടി വന്നു. എന്തു പറ്റിയതാ സർ? വണ്ടിയിൽ നിന്ന് വീണതാ. സൂക്ഷിക്കണ്ടേ, ഇപ്പൊ വേദനയുണ്ടോ? അവൻ ചോദിച്ച അവൾ ഫെബിയുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു മറിച്ച് നോക്കി. അടുത്ത് നിൽക്കുന്നവരുടെ മുഖം കുശുമ്പ് കാരണം വീർത്ത് വീർത്ത് വരുന്ന അവൻ അറിയുന്നില്ലായിരുന്നു. പോ മതി, റിൻഷയെ പറഞ്ഞുവിട്ട് ആദിക്ക് നേരെ തിരിഞ്ഞു. അവളുടെ മുഖം വീർപ്പിച്ച് കിട്ടിയ ബലൂൺ പോലെ നിൽക്കുന്നു. അവൾ ഫെബിയെ കൂർപ്പിച്ച് നോക്കി. അത് കണ്ട് അവന് ചിരി പൊട്ടി. അവന് മൈൻഡാക്കാതെ കുറച്ച് വേഗത്തിൽ ആദ്യം അവിടെ നടന്ന് നീങ്ങി. ആദി, നിന്റെ പ്രോഗ്രാം എത്ര മണിക്കാ? എനിക്കറിയില്ല. മുഖം വീർപ്പിച്ച് ഗൗരവത്തോടെ മറുപടിയും പറഞ്ഞു പോകുന്നവളെ ഒരു കുസൃതി ചിരിയോടെ കുറച്ച് സമയം ഫെബി നോക്കി നിന്നു. സ്റ്റേജിൽ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചെങ്കിലും ആദിക്ക് തലക്കിൽ എവറിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഉറക്കം നഷ്ടപ്പെട്ട കാരണം അവൾ തൂങ്ങി വീണു. പരിപാടികളുടെ ഓരോ ആവശ്യത്തിനായി ഓട്ടപ്പാസിൽ നടത്തുന്നതിനിടയിലാണ് ആശ അവളെ കാണുന്നത്. കയ്യിലുള്ള പേപ്പറുകൾ സുഹൃത്തിനെ ഏൽപ്പിച്ച് അവൻ അവൾക്ക് നേരെ നടന്നു. എടി ആദി, ഉറങ്ങി വീഴുന്നവളുടെ കവിൾത്തടത്തിൽ കൈ ചേർത്ത് വെച്ചവനെ വിളിച്ചു. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നവനെ നോക്കി. വാ, എണീക്ക്, ക്ലാസ് മുറിയിൽ എവിടെയെങ്കിലും പോയി കിടക്കാം, കുറച്ച് സമയം ഉറങ്ങിക്കോ. വേണ്ട ആഷി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലേടി, ഉറക്കം ശരിയായില്ലെങ്കിൽ ശരിയാവില്ല. സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ളതല്ലേ നിനക്ക്. ഇപ്പൊ ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണം വിടില്ല, പിന്നെ ആകെ കൊളാവുകയെ. പറഞ്ഞില്ലാന്ന് വേണ്ട. അവന് നിർബന്ധം കാരണം ആദ്യം എഴുന്നേറ്റ് അവനോടൊപ്പം ക്ലാസ്സിലേക്ക് നടന്നു. അവിടെ എത്തിയത് 2 ബെഞ്ചുകൾ അടുപ്പിച്ച് വെച്ച് അവൾ അതിലേക്ക് കയറി കിടന്നു. ബാഗിനെ തലയിണയാക്കി കണ്ണടച്ച് വെച്ചുകൊണ്ട് പതിയെ നിദ്രയെ പുൽകി. ആഷി അവൾക്ക് കാവലിരുന്നു. മറ്റൊരു അധ്യാപകന്റെ സഹായത്തോടെയാണ് ഫെബി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പം മുതൽ തിരയാൻ തുടങ്ങിയതാണ് ആദിയെ. എവിടെയും കാണാനില്ല. അവളെ മാത്രമല്ല, ആഷിയെയും. ആരുടെ ഫ്രണ്ട്സിനോട് ചെന്ന് അന്വേഷിക്കാൻ മടി തോന്നിയ കാരണം ഫോൺ എടുത്ത് അവൻ ആദിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മൊബൈൽ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് ആഷി ആദിയുടെ ബാഗിനകത്തേക്ക് കൈ നീട്ടി. ഫോൺ എടുത്ത് നോക്കുമ്പോൾ സാറാണ്. അവൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ സാർ. ആഷി, എവിടെ രണ്ടുപേരും? ഞാൻ കുറെ നേരം നിങ്ങൾ തിരയുന്നു. ഞങ്ങൾ ക്ലാസ്സിലാ സാർ. ആദ്യം നല്ല ഉറക്കത്തില്ല. അവൾ ഇന്നലെ ആ ഇൻസിഡന്റിനെ കുറിച്ച് ഓർത്ത് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അവിടെ തൂക്കിലിട്ടിരിക്കുന്നുണ്ട്. ഞാനത് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന്. ഉറങ്ങി തീർത്തില്ലെങ്കിൽ അവൾക്ക് സ്റ്റേജിൽ കയറി ശരിക്കും പെർഫോം ചെയ്യാൻ കഴിയില്ല. അതേതായാലും നന്നായി, നീ അവിടെ തന്നെ ഇരിക്കാം, ഞാൻ അതാ വരുന്നു പറഞ്ഞുകൊണ്ട് ഫെബി ഇരുന്നിടത്ത് എഴുന്നേറ്റു. എവിടെയൊക്കെ ഫെബിൻ സാർ, ഞാൻ സഹായിക്കണോ? അവന് ബുദ്ധിമുട്ടേണ്ട സഹാധ്യാപകൻ ചോദിച്ചു. ഏയ് വേണ്ട സാർ, കുഴപ്പമില്ല, ഞാൻ പതുക്കെ അങ്ങനെ പോയിക്കോളാം. അവൻ മേലെ ചുവടുകൾ വെച്ചു. തപ്പിയും നിറഞ്ഞൊരുവിധ ആദിയുടെ ക്ലാസ്സിലെത്തി. സാറിനെ കണ്ടതും ആഷി വേഗം കയ്യിൽ ഫോൺ മാറ്റി വെച്ച് ടേബിളിന് മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. ഫെബിയുടെ നോട്ടം ആദിയിലേക്ക് നീണ്ടു. സ്ഥലകാലബോധമില്ലാതെ ഉറങ്ങിയാണ് അവൾ. സാർ ഇവിടെ ഇരിക്കും ആദിക്ക് കൂട്ടിന്, എങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ പോയി അറേഞ്ച് ചെയ്യായിരുന്നു. നീ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഫെബിയുടെ സമ്മതം കിട്ടിയതും ആഷി താഴേക്ക് ഇറങ്ങി. അവൻ പോയതും ഫെബി പതിയെ ചെന്ന് ആദിയുടെ തലഭാഗത്തായി ഇരുന്നു. കുറച്ചു നേരം ആ മുഖത്തേക്കിനെ നോക്കി ഉറങ്ങുന്നവളുടെ ഭംഗി ആസ്വദിച്ച് ശേഷം മെല്ലെ അവളുടെ തലയുടെ അടിഭാഗത്ത് വെച്ച ബാഗ് എടുത്തു മാറ്റി. അവളുടെ തലയെടുത്ത് അവന്റെ മടിയിലേക്ക് വെച്ച് നെറ്റി ചുളിച്ചുകൊണ്ട് അവളൊന്ന് മുരണ്ട്. ഫെബി വാത്സല്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ തട്ടി. വീണ്ടും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും നേരത്തെ കുശുമ്പ് കാണിച്ച് തിരിഞ്ഞു പോയത് അവന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. ഒരു മന്ദഹാസത്തോടെ മെല്ലെ അവളുടെ മൂർധാവിൽ അവൻ തലോടിക്കൊണ്ടിരുന്നു. ദീർഘനേരത്തെ ഉറക്കിന് ശേഷം ആദിയുടെ കൺപോളകൾ പതിയെ ചലിച്ചു തുടങ്ങി. കണ്ണു തുറന്നു നോക്കിയതും കാണുന്നത് സാറിന്റെ മുഖമാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. ചുമരിലേക്ക് ചാരിയിരുന്ന അവന് നല്ല ഉറക്കത്തിലാണ്. ആളൊന്ന് ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴാണ് താൻ കിടക്കുന്ന സാറിന്റെ മടിയിലാണെന്നും ആ കൈ സ്ഥാനം പിടിച്ച് തന്റെ വയറിന് മുകളിലാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിയുന്നത്. ഒരു ചെറു ചിരിയാലെ തന്റെ ദേഹത്തുള്ള സാറിന്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മെല്ലെ അവൾ ആ ബെഞ്ചിൽ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ഫെബി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു. മുന്നിൽ തന്നെ മിഴിച്ചു നോക്കുന്ന മറ്റു 2 കണ്ണുകൾ. ഒരു നിമിഷം വേണ്ടി വന്നു കുറച്ചു മുന്നേ സംഭവിച്ചൊക്കെ ഓർത്തെടുക്കാൻ. ഉറങ്ങി തെളിഞ്ഞോ? ഒരു ചെറു ചിരിയാലെ അവൾ തലയാട്ടി.
അവനും ഇരുന്ന് കണ്ണുകൾ തിരുമുന്ന കണ്ട് ബാഗിൽ നിന്നും വെള്ളക്കുപ്പി എടുത്ത് അവൾ ജനലരിയിലേക്ക് നടന്നു. പുറത്തേക്ക് കൈ നീട്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് മുഖമൊന്ന് തടവി വായിൽ വെള്ളം നിറച്ച് നീട്ടി തുപ്പി. ഫെബിയെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ അവൾക്ക് തൊട്ടുപിറകിൽ എത്തിയിരുന്നു. ബോട്ടിൽ അവന് കൊടുത്ത് അവൾ അല്പം നീങ്ങി നിന്നു. താഴെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. സ്റ്റേജിൽ ബ്രേക്ക് ഡാൻസോ മറ്റോ അരങ്ങേറുന്നുണ്ടെന്ന് അവൾ ഊഹിച്ചു. ഒക്കെ മിസ്സായാലോ പഠിച്ചോനെ. എന്നാലും ഉറങ്ങി തെളിഞ്ഞപ്പോൾ ആഷി പറഞ്ഞ പോലെ തലയുടെ ഭാരമൊന്ന് കുറഞ്ഞു. ഓർത്തു നിൽക്കുമ്പോഴാണ് സാറ് കുപ്പി കൊണ്ട് കൈത്തണ്ടിയിൽ തട്ടുന്നത്. അത് വാങ്ങി തിരികെ ബാഗിലേക്ക് തന്നെ വെച്ചു. അപ്പോഴെങ്കിലും ലഞ്ചിലുള്ള നീണ്ട ബെൽ മുഴങ്ങിയിരുന്നു. ഫുഡ് ഇന്ന് കോളേജിന്റെ വകയാണ്, അതുകൊണ്ട് തന്നെ കഴിക്കണമെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലണം. സാറ് വരുന്നില്ലേ? ചിക്കൻ ബിരിയാണിയാ? എന്തോ ഓർമ്മയിൽ ആദ്യം അവനോട് ചോദിച്ചു. ഫസ്റ്റ് സ്റ്റുഡൻസിന്റെ ചോയ്സ് അല്ലേ, നീ ചെന്ന് കഴിച്ചു, അപ്പോഴേക്കും ഞാനങ്ങ് വന്നോളാം. ഫെബി പറഞ്ഞതും ബാഗും കയ്യിലെടുത്ത് അവൾ വെളിയിലേക്ക് ഇറങ്ങി. പെട്ടെന്നുള്ള തോന്നലിലും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണുകൾ തമ്മിൽ പരസ്പരം മുടക്കിയതും ഓരോ പുഞ്ചിരി കൈമാറി ആദി വീണ്ടും മുന്നോട്ട് നടക്കാനൊരുങ്ങി. ആദി, പുറകിൽ ഫെബിയുടെ ശബ്ദമുയർന്നു. അവൾ തിരിഞ്ഞു നോക്കി. അല്ലേ വേണ്ട, ഞാനും വരുന്നു. ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് താഴേക്ക് എത്താൻ പറ്റില്ല. അവൻ പറഞ്ഞ അവൾ വേഗത്തിൽ അകത്തേക്ക് തന്നെ തിരിച്ചു കയറി അവന്റെ ഉള്ളം കൈയിലേക്ക് കൈ ചേർത്ത് മുറുകെ പിടിച്ചു. പോവാ. ഓരോ ചുവടുകൾ എടുത്തു വെക്കുമ്പോഴും ഫെബി ഇഷ്ടത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. ആദി കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ച വെച്ച് പഠിപ്പിക്കുന്ന കരുതലിൽ ഫെബിയെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ചിക്കൻ ബിരിയാണിയും വെട്ടിവിഴുങ്ങി സ്റ്റേജിന് മുൻവശത്ത് വട്ടത്തിൽ നിന്ന് സൊറ പറയുകയായിരുന്നു കൂട്ടുകാരെല്ലാവരും കൂടി. ആഷി, നീ വിളിച്ചു വരുത്തിയാണോ സാറിനെ? അല്ലടി, സാറ് നിന്നെ അന്വേഷിച്ചു വന്നാ. എനിക്ക് ജോലിയുള്ളതുകൊണ്ട് നിനക്ക് കൂട്ടിയിട്ട് ഞാൻ പോകുന്നു. പെട്ടെന്നാണ് മൈക്കിൽ അനൗൺസ്മെന്റ് വരുന്നത്. പ്രോഗ്രാമിലുള്ള കുട്ടികളെല്ലാം ഗ്രീൻ റൂമായി ബന്ധപ്പെടണമെന്ന്. അത് കേട്ടത് ആദ്യ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ആഷിയോട് പറഞ്ഞ് മേക്കപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുമായി മുറിയിലേക്ക് ചെന്നു. സ്റ്റേജിൽ പല പല പരിപാടികൾ മാറി മറിഞ്ഞു. അടുത്ത ആദിയുടെ ഒപ്പനയാണ്. അത് കാണാനായി ഫെബി ആകാംക്ഷയുടെ മുൻനിരയിൽ തന്നെ ചെന്നിരുന്നു. വൈകാതെ ഇമ്പത്തിലുള്ള പാട്ടിനനുസരിച്ച് നിരനിൽക്കുന്ന 6 കുട്ടികളും ചൂടുവെക്കാൻ തുടങ്ങി. ആഷിയുടെ ഒരു കണ്ണ് ആദിയുടെ മേലാണെങ്കിൽ മറ്റേത് ഓഡിയൻസിനിടയിലാണ്. അവന്റെ ആദിയുടെ ഒപ്പനയെ കളിയാക്കി ഏതെങ്കിലും തെണ്ടികൾ കൂവുന്നുണ്ടോന്നറിയാൻ. വേദിയിൽ ചൂടുകൾ തകർത്താടുന്നതിനിടയിലും ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഫെബിയിലേക്ക് പാറി വീണു. അവൻ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്ന കണ്ട് ആളുടെ ഉള്ളം നിറഞ്ഞു. ഒടുവിൽ കർട്ടൻ വീണതും വലിയ കരഘോഷങ്ങളോടെ എല്ലാവരും ആർത്തി വിളിച്ചു. സ്റ്റേജിൽ നിന്നിറങ്ങിയതും ഒരു കുപ്പി വെള്ളം അതേപടി ആദ്യ വായിലേക്ക് അമിഴ്ത്തി. അത്രയ്ക്ക് ക്ഷീണിച്ചിരുന്നു. പിന്നീട് അവിടെ ചിന്ത പോയത് സാറിലേക്കാണ്. വേഷമാറുന്നതിന് മുന്നേ തന്നെ ഫെബിയെയും തപ്പി ഇറങ്ങിയവൾ നോക്കുന്നിടത്തൊന്നും കാണാതിരുന്നപ്പോൾ ഓരോ അടിയും മുന്നോട്ട് വെച്ച് അവസാന തിരച്ചിൽ സ്റ്റാഫ് റൂം വരെ എത്തി. അവിടെ അവനെ കാണാതെ തിരിഞ്ഞടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറകിലൊരു ചൂളം വിളി കേൾക്കുന്നത്. തിരിഞ്ഞോക്കിയപ്പോൾ സാറാണ്. അങ്ങേയറ്റത്തുള്ള ക്ലാസിന്റെ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്നു. അടുത്തേക്ക് വായുന്നവൻ കൈകൊണ്ട് കാണിച്ചതും അവളുടെ പാദങ്ങൾ അവനരികിലേക്ക് ചലിച്ചു തുടങ്ങി. പഴയ കാച്ചി തുണിയും കുപ്പായവും ഷോള് 2 ചെവിക്കടിയിലേക്ക് ഇറക്കി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ 2 ജിമിക്കി കമ്മലുകൾ കാതിൽ തൂങ്ങിയാടുന്നു. കഴുത്തിൽ പളപള തിളങ്ങുന്ന മാലകൾ, മൈലാഞ്ചിയിട്ട് ചുവപ്പിച്ച കൈകളിൽ നിറയെ ചുവപ്പും പച്ചയും നിറമുള്ള കുപ്പിവളകൾ, അരയിൽ തൂങ്ങിയാടുന്ന ഒരു കുഞ്ഞു സഞ്ചി, കാലിൽ നിറയെ മണികളുള്ള വെള്ളിക്കുലുസ്. അവളുടെ ആ കുലുങ്ങിയുള്ള വരവ് കണ്ട് അറിയാതെ അവന്റെ ചുണ്ടിൽ ചിരിയൂറി വന്നു. വല്യമ്മ കുട്ടി. അവന്റെ അധരങ്ങൾ മന്ത്രിച്ചു. അപ്പോഴേക്കും ആദ്യം നടന്ന അവന് തൊട്ടരികിലെത്തിയിരുന്നു. സാറി ഇവിടെയൊക്കെ ആയിരുന്നോ? അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ഫെബി. സർ. വീണ്ടും വിളിച്ചിട്ടും പ്രതികരിക്കാതെ അവൻ അതേപടി നിൽക്കുന്നതിന്റെ തെല്ല് പരിഭ്രമത്തോടെ ആദ്യ ചുറ്റിലും കണ്ണോടിച്ചു. ഫെബി യാന്ത്രികമായി അവളിലേക്ക് ഒട്ടിച്ചേർന്നു. അനങ്ങാൻ വയ്യാത്ത വിധ അവൾ ചുമരിൽ തട്ടി നിന്നു. അവന്റെ പ്രണയം കത്തുന്ന തീവ്ര നോട്ടം താങ്ങാൻ പറ്റാതെ അവളുടെ മിഴികൾ താഴ്ന്നു പോയി. അവനൊന്നുകൂടി അവളിലേക്ക് അമർന്നു. അവന്റെ ശരീരത്തിന്റെ ചൂടും പെർഫ്യൂമിന്റെ ഗന്ധവും ആദ്യ വല്ലാത്തൊരു പരവേശത്തിലേക്ക് എത്തിച്ചു. നനച്ചിരിക്കാതെ അവന്റെ ആതുരങ്ങൾ അവളുടെ കവിളിൽ അമർന്നു. അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞു. പതിയെ മിഴികൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു നിൽക്കുന്നു. ആൾക്കും തന്നെ മിഴികളെ പിൻവലിക്കാൻ സാധിച്ചില്ല. ഒരു നിമിഷം അവളും ആ സൗന്ദര്യത്തിൽ ലയിച്ച് നിന്നു. തന്നതുപോലെ തിരിച്ചു വാങ്ങാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, പക്ഷേ ഈ ലിപ്സ്റ്റിക് അത് പ്രശ്നമാവും. തെല്ലി വിഷമത്തോടെ ഫെബി പറയുന്നിട്ട് ആദിക്ക് ചിരി പൊട്ടി. അയ്യടാ, അവളുടെ ഒരു ഇളി. വേദന കുറവുണ്ടോ സാർ? പെട്ടെന്നുള്ള ഉൾവിളിയിൽ അവന്റെ കയ്യിലെ മുറിവിലൂടെ പതുക്കെ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഉണ്ട്. ശരിയായി വരാൻ 2 ദിവസം കഴിയുന്ന ഡോക്ടർ പറഞ്ഞു. ഉമ്മ സമ്മതിക്കാനായിട്ട് നിർബന്ധം പിടിച്ച് ഞാൻ പോകുന്നത് നിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. റിയാൻ വിളിച്ചിട്ടുണ്ട്, അവനിപ്പം എത്തും. വീട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തോളാം. തനിച്ചിവിടെ നിൽക്കണ്ട കേട്ടോ, താഴേക്ക് പോയിക്കോ. ഫെബി പറഞ്ഞു. അനുസരണയോട് അവൾ തലയാട്ടി. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞടന്നു. അവൾ ഓടിപ്പോകുന്ന നോക്കി ഏറെ ഇഷ്ടത്തോടെ അവനങ്ങനെ നോക്കി നിന്നു. എത്ര പെട്ടെന്നാണ് പഠിച്ചവനെ.
അവളെൻ്റെ ഹൃദയം കവർന്നെടുത്തത്. ദേഷ്യമായിരുന്നില്ല എനിക്ക് അവളോട്. എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും അവളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാതിരുന്നത്. എന്നിട്ടിപ്പോൾ എൻ്റെ ജീവൻ്റെ പാതിയാവാൻ പോകുന്നു. അല്ല, അവളെൻ്റെ പ്രാണനിൽ അലിഞ്ഞു കഴിഞ്ഞു. ആളൊഴിഞ്ഞ പന്തലിനിടയിലൂടെ തലങ്ങു വിലങ്ങ് ഓടിക്കളിക്കുകയാണ് കുട്ടികൾ. മുതിർന്നവർ ചർച്ച അവസാനിപ്പിക്കാതെ ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നുണ്ട്. ഷിയാബു ആദ്യം ഫോണിൽ തോണ്ടി 2 തലക്കൽ. ഒന്നിലും പങ്കുചേരാതെ ബീഫ് വിളമ്പിയ പാത്രം വടിച്ച് നക്കി വെളുപ്പിക്കുന്ന തിരക്കിലാണ് ആഷി. ഒന്ന് മതിയാക്കടാ, ഇനി അത് കഴുകേണ്ട ആവശ്യമില്ല, അമ്മായി പറഞ്ഞു. ആഷി അവരെ നോക്കി വെളുക്കിനെന്ന് വിളിച്ചു കൊടുത്തു. കല്യാണം എന്നേക്കാളും നിശ്ചയിച്ചെന്ന് കേട്ടോ നീ? കേട്ടോ അമ്മായി, ഇനി 10 ദിവസം നമുക്ക് പൊളിക്കണം, പ്ലേറ്റിൽ നിന്ന് കണ്ടെടുക്കാതെ ആഷി പറഞ്ഞു. ഈ ചെക്കൻ എന്ന് പിറുത്തുകൊണ്ട് അമ്മായി അവിടുന്ന് സ്ഥലം കാലിയാക്കി. അതെ, അരേറം തറവാട്ടിൽ കാത്തിരുന്ന കല്യാണപ്പന്തൽ ഉയരാൻ പോവുകയാണ്. ഷിയാബിന്റെയും ഷിഫയുടെയും വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഷിഫയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഇനി വെറും 10 നാളുകൾ മാത്രം. ഇക്ക ആദ്യ അടുത്തേക്ക് വന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഷിയാബ് കോൾ കട്ട് ചെയ്തു. എന്താടി? 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഒരുപാട് വാങ്ങിച്ചു കൂട്ടാനല്ലേ, നാളെ തന്നെ ഇറങ്ങിയാലോ? ഞാനും അതിനെ വിചാരിച്ച്. ഇത്താത്തോട് പറയുന്ന ഞാൻ സാറിനെ വിളിക്കട്ടെ? അത് പറഞ്ഞ് വീണ്ടും ഫോൺ ഞെക്കി ആദ്യം ചെവിയോട് ചേർത്തു. ഇക്ക പ്ലീസ് ഒന്ന് വാ. എൻ്റെ പൊന്നു സോന, എനിക്ക് വേറെ പണിയുണ്ടടി. അത് സാരമില്ല, ഒരു അരമണിക്കൂർ മതി എനിക്ക്. ചേ, എന്ത് കഷ്ടായത്. ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ച് കാലിത് സോനക്കൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് എവിടെയാ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഫെബിയെ മുന്നിൽ കാണുന്നത്. ഫെബി, നീ പുറത്തേക്കാണെങ്കിൽ കുരിശിനെ കൂടെ ഒന്ന് ചുമക്കുവോ? കാലിതിന്റെ ശബ്ദം കേട്ട് ഫെബി തിരിഞ്ഞു നോക്കി. അടുത്തന്നെ കെട്ടിയൊരുങ്ങി നിൽക്കുന്ന സോന. ഏയ്, എനിക്ക് പറ്റില്ല, ഞാൻ ആദ്യയുടെ വീട്ടുകാരുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാ. ആണോ? നന്നായി, ഞാനും ഷോപ്പിങ്ങിന് തന്നെയാ, നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അത് ശരിയാടാ, വിവാഹക്കാരിയൊക്കെ ആകുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാകും നല്ലതാ. അപ്പൊ നീ ഇവളെയും കൊണ്ട് പോ. ആവും പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന മട്ടിൽ കാലിത് അകത്തേക്ക് തന്നെ ഓടിക്കയറി. രോഗി ഇച്ഛിച്ച വൈദ്യം കൽപ്പിച്ച ഒന്ന് തന്നെ ഓർത്തുകൊണ്ട് സോന ഊറി ചിരിച്ചു. സോന പ്ലീസ്, ഇന്ന് പറ്റില്ല, നമുക്ക് നാളെ പോവാം. ആളൊന്നും മൈൻഡാക്കാതെ ഡോറിന്ന് കാരണത്തേക്ക് കയറിയിരുന്നു. ഫെബിക്ക് ദേഷ്യം നുരഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. ആദ്യയോട് പറഞ്ഞാണ് നമുക്ക് തനിച്ചെൻ്റെ വണ്ടിയിൽ പോവാമെന്ന്. ആളിപ്പോൾ അതും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആലോചിച്ചപ്പോൾ അവന് ഭ്രാന്ത് കയറാൻ തുടങ്ങി. ഇക്ക വാ, വന്ന് കയറ്, സമയം പോണു. സോനയൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം അരിശത്തോടെ അവൻ വണ്ടിയിലേക്ക് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.